ഗണേഷ് കുമാറിന്റെ ഫാമിലി ആയിട്ട് നല്ല അടുപ്പമായിരുന്നു. സിസ്റ്റേഴ്സായിട്ടും അച്ഛൻ, അമ്മ ഉം. അമ്മ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ഉം. ദിവസം മോനെ ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്തു വീട്ടിൽ നിന്ന്. ആ. അതിനെ പറ്റി ഞാൻ എന്നെ എപ്പോഴൊക്കെ കാണുമ്പോൾ ബാബയുടെ അടുത്ത് പറയും, ഉം. എനിക്ക് മറ്റേ വെജിറ്റബിൾ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ സാധനമാണ്. ഒരു പ്രാവശ്യം എപ്പോഴോ കൊടുത്തതാണ്, പക്ഷേ അത് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ട്. അതേമാതിരി എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പ് ഫസ്റ്റ് ഞാൻ ട്രിവാൻഡ്രത്ത് ബിസിനസ് ചെയ്യാൻ വരുമ്പം ഒരു ഇഷ്യൂ വെച്ചിട്ട് അത് ഞാൻ എറണാകുളത്ത് ഇവിടെ പണി നടക്കണമായിരുന്നു. എറണാകുളത്ത് ഞാൻ ഇരിക്കുമ്പം പറഞ്ഞത് കളക്ടർ വന്ന് ഉം. സീൽ ചെയ്ത് ഗണേഷിൻ്റെ അളിയനാണ് ഓ. കളക്ടർ. ആ. അങ്ങനെ ഞാൻ ഓടി ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് വന്ന് അവിടെ പോയി കണ്ടു, എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിലാണ് ഉം. ശരിയെന്ന് കണ്ടപ്പം ഗണേഷിൻ്റെ അമ്മ തന്നെയാണ് അച്ഛൻ്റെ അടുത്തും അളിയൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഓ ഓ ഓ അത് സീൽ ചെയ്തിരുന്ന കട ഓ ഓ ഓ ആ, ഓ അത് ഓപ്പൺ ചെയ്ത് തന്നെ എനിക്ക് വേണ്ടി. ഓ അങ്ങനെ അങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ ചെറിയ ഹെൽപ്പല്ല കേട്ടോ. വലിയ ഹെൽപ്പല്ലേ. അശോകൻ. അശോകൻ എനിക്ക് തോന്നിയേക്കണത് ഒരു പാവം പിടിച്ച മനുഷ്യൻ, ആരെയും പറ്റി മോശം പറയൂല, ഉം. ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കൂല. പുള്ളിയുടെ കാര്യം പുള്ളീനെ ഇവന്മാരൊക്കെ കൂടെ ആ, ഭ്രാന്താക്കും എല്ലാവരും അല്ലേ? കൂടെ ഭ്രാന്താക്കും. പുള്ളി ചിരിക്കും, പുള്ളി നന്നായിട്ട് ചിരിക്കും, പുള്ളി നന്നായിട്ട് എൻജോയ് ചെയ്യും. പാവമാണ്, ആരെയും പറ്റി ഉം. മോശം പറയാത്തൊരു മനുഷ്യനാണ്. പാട്ടോ? നന്നായിട്ട് പാടും. ഉം. അത് ഇവരെല്ലാവരും അതായിട്ട് സിദ്ദിഖ്, അശോകൻ, ജഗദീഷ് ഇവരൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉം. ഉം. രസമാണ്. പാട്ടും തമാശയും ഉം. രസമാണ്. ആ ഒരു മനോജ് കെ സമയം. മനോജ് ഞാനും ട്രിവാൻഡ്രത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് മനോജ് വരുമ്പം എൻ്റെ വീട്ടിൽ മനോജ് വന്ന് ഉം. ഞങ്ങളൊന്നിച്ച് ഒരു ബെഡിൽ കുറേ നാൾ ഷൂട്ടിങ്ങിനല്ല, വീട്ടിൽ വരുമ്പോൾ നമ്മൾ കിടക്കുമായിരുന്നു. ഓ ഓ അങ്ങനെ വേൾഡ് കപ്പ് ഫസ്റ്റ് നമ്മൾ ടി വി വന്ന സമയത്ത് വേൾഡ് കപ്പ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ജൂബിലി ഫിലിംസിൽ ജിമ്മി ചാൻ, ഞാൻ, മനോജ്, ജിമ്മി ചാൻ മൂന്നുപേരും കൂടെ വേൾഡ് കപ്പ് അന്ന് രാത്രി 1 മണിക്കൊക്കെയാണ്, 1 മണി 1:30 മണിക്കൊക്കെയാണ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതുവരെ ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ ഉറങ്ങാതെയൊക്കെ ഇരിക്കും. ഇത് ഉറങ്ങാറാകുമ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോവും. പറഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും ചാടി എണീറ്റിട്ടാണ് ഈ ഫുട്ബോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മറഡോണ എന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. ഫൈനലാ ഏതോ ഒരു കളിയിൽ വന്നപ്പോഴത്തേക്ക് മറഡോണ ഗോൾ അടിക്കണില്ല. അപ്പൊ ജിമ്മിച്ചായൻ പറഞ്ഞു, എടാ മറഡോണായേ ഒരു ഗോൾ അടിയിടാവേ. അത് മനോജ് ഇപ്പോഴും ജിമ്മിച്ചായനെ കാണുമ്പോ പറയും, എന്നെ കാണുമ്പോഴും അവനത് പറയും ഡയലോഗ്. ഈ ബഹിജു സന്തോഷല്ലേ, അദ്ദേഹമായിട്ടുള്ള അടുപ്പം എങ്ങനെയാ? അത് വേറൊരു കുരുത്തക്കെട്ടാണ്. ഈ വൈബില് വരുന്നോണ്ട് ചോദിച്ചതാ. ബൈജുയുടെ വീടിന്റെ മുകളില് 2 ഫ്ലോർ ഉണ്ടായിരുന്നു. അതില് മുകളിലത്തെ ഫ്ലോറിൽ ഞാൻ വാടക താമസിച്ചിട്ടുണ്ട്, ഞാനും വൈഫും. കല്യാണം കഴിഞ്ഞ ടൈമിൽ മൂത്ത മോനുള്ള സമയത്ത് എൻ്റെ മൂത്ത മോനെ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ് ബൈജുയുടെ അമ്മ. എൻ്റെ മൂത്ത മോനായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു, ഭയങ്കര സഹായമായിരുന്നു ബൈജുയുടെ അമ്മ. അപ്പം ഞാൻ ഈ എപ്പോഴും എറണാകുളം പോകുമായിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഈ കാറിൽ പോയി മടുത്ത് പിന്നെ ട്രെയിനിൽ പോകാൻ തുടങ്ങി. അപ്പോൾ കാറ് താഴെ ഇടും. അമ്മ എറണാകുളത്ത് ഞാൻ പോയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബൈജു വിളിച്ചടാ, നിന്റെ വണ്ടി എടുത്തപ്പോഴേ ചെറുതായിട്ടൊന്ന് മുട്ടി, ഞാൻ നമ്മുടെ ടാജിലെ നാസറിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കേടാ, കുഴപ്പമൊന്നുമില്ല എന്നോ. അത് കഴിഞ്ഞ് ഞാൻ ട്രിവാൻഡ്രം വന്നു. ക്ലബ്ബിൽ എന്തുണ്ട്, അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലാണ്, ഇവിടെ എപ്പോൾ കിട്ടും, 2 ദിവസം കഴിഞ്ഞ് കിട്ടൂടാന്നൊക്കെ പറഞ്ഞു. ക്ലബ്ബിൽ പോയപ്പോൾ മണിയമ്പിള്ള രാജു എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ആ നമ്മുടെ വള്ളയമ്പലത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലിരിക്കണുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിൻ്റെ മുകളിലാ? അപ്പോൾ നമ്മുടെ ദിനേശ് പണിക്കറിൻ്റെ കടയുണ്ട് അവിടെ, വീഡിയോ ഷോപ്പ്, ആ ബിൽഡിങ്ങിൽ എന്താണ് ചെന്ന് ഇടിച്ച് മുകളിലോട്ട് കയറ്റി കൊടുത്തത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ബാജുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ, എടാ ബൈജു ഇത് എവിടെയാണ് ഇടിച്ചത്? എടാ വണ്ടി പുറത്തോട്ടിറക്കിയപ്പോൾ ആ ഗേറ്റിൻ്റെ ഇതിൽ. അതിന് കുഴപ്പമൊന്നുമില്ലടാ, അത് ഞാൻ അപ്പം തന്നെ ശരിയാക്കിയടാ. അതിനുശേഷമാണ് ഞാൻ ഈ വർക്ക്ഷോപ്പിലോട്ട് പോണത്. വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടില്ല, മാരുതി 800 ആണ്, KL1333 എന്ന് പറഞ്ഞ നല്ല ഫാൻസി നമ്പറൊക്കെ ആയിട്ട് ഒരു വണ്ടിയായിരുന്നു, വണ്ടിയുടെ ഫ്രണ്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ചിരി. അത് ഞാൻ ശരിയാക്കി തരാടാ, അതിന് ഇൻഷുറൻസ് ഉണ്ട്, അത് കിട്ടിക്കോളൂ, അത് കുഴപ്പമില്ല. കെട്ടിടത്തിന്റെ മോളിൽ. മണിയമ്പിള്ള രാജുവാണ് അത് പറയണത് എൻ്റെ അടുത്ത് ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോൾ. ഇപ്പോഴും ഈ ട്രിവാൻഡ്രത്തും ഒക്കെ അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെയുള്ള കൂട്ടുകാരൊക്കെ ഇല്ലേ, അതൊക്കെ കൂടാൻ വേണ്ടിട്ട് കൊച്ചിയിലെ കൂട്ടുകാർ ഞങ്ങൾ എപ്പോഴും ട്രിപ്പ് പോവും, പൊള്ളാച്ചിയോ അതിരമ്പള്ളിയോ, അല്ലെങ്കിൽ കൂടുതൽ കുട്ടിക്കാനാണ് ഞങ്ങൾ പോണത്, വാഗമൺ, കുട്ടിക്കാനം. കൊച്ചിയിലെ കൂട്ടുകാരിൽ സിനിമാക്കാരുണ്ടോ? സിനിമാക്കാരില്ല, സുലൈമാൻ വാച്ച് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാറ്, അങ്ങനെ കുറച്ച് പേരാണ്, സൈമൺ.
അൻവർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഉം. അത് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. ഈ സിനിമാക്കാർക്ക് കൂടാൻ വേണ്ടിട്ട് ഒരു ദിവസമോ അങ്ങനെ എന്തൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങക്ക്? ഫിലിം ഫെറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു ട്രിവാൻഡ്രത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സാപ്പ്. ആ അമ്മ അങ്ങനെ ഗ്രൂപ്പ് ഇല്ല. ആ ആ ആ അമ്മയില് അങ്ങനെ ഗ്രൂപ്പ് വേണ്ടാന്ന് വെച്ചാന്ന് തോന്നുന്നു. ഓക്കെ. ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ ഉള്ള മലയാള സിനിമയിലെ ഈ അടുത്ത് കണ്ടതില് ഏറ്റവും അധികം മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഗംഭീരം എന്ന് തോന്നിയ ഒരു 2 സിനിമ പറഞ്ഞാ പറയാം. അടുത്ത് കണ്ടതിൽ ലോക, ആ അത് ഭയങ്കരമായിട്ട്. പിന്നെ പ്രേമലു, ആ പിന്നെ ലാലേട്ടന്റെ ആ തുടരും. തുടരും. തുടരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാ? മമ്മൂക്കാട് കുറെ പടങ്ങള് ആ അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. നമുക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമല്ലേ, മെസ്സേജ് ഒക്കെ ഇങ്ങനെ ചെയ്യും ഈ പടം കണ്ടു ഗംഭീരായിട്ടുണ്ട്. അത് പണ്ട് പോലെ ആരെടുത്തും ഇല്ല. ഓക്കെ ഓക്കെ. നേരിട്ട് കണ്ടിട്ടോ? അല്ല, അതിൽ ഭയങ്കര ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയാറില്ല. എൻ്റെ മോൻ്റെ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് ഞാൻ ഒന്ന് വീണിട്ട് ആ ഈ കാല് ഭയങ്കര പ്രശ്നമായി പോയി. ഭയങ്കര പെയിനുള്ള സമയത്ത് ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ഉം. സ്റ്റിക്കില്ലാന്ന് നടന്നത്. അത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ യൂട്യൂബിലൊക്കെ വന്നപ്പം ഉം. നമുക്ക് അന്ന് ചെന്നൈയിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. മമ്മൂക്ക വിളിച്ച് എന്ത് പറ്റിയാടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മമ്മൂക്ക അവിടെ നിന്നിട്ട് വിളിക്കണം. എനിക്ക് അവിടെ ചെന്നൈയിലാന്ന് അറിയാം. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഇങ്ങനെ വീട് തുടച്ചിട്ടുണ്ടായിരുന്നു, സ്ലിപ്പായത് വീണ്. ആ അതാണല്ലേ, ഇവിടെ കംപ്ലീറ്റ് ന്യൂസ് വേറെയാ. അവിടെ എന്താ ന്യൂസ്? നിന്റെ ഭാര്യ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിന്നെ തട്ടി താഴെ ഇട്ടോന്നാണ് ഞാൻ കേട്ടത്. അത് ഞാൻ പറഞ്ഞു ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. കൂടെ ആ സമയത്ത് വിളിക്കുമ്പോൾ പിഷാരടി കൂടെ ഉണ്ട്. അപ്പൊ ഈ പിഷാരടി കൂടെ ഉണ്ടാകുന്ന ഇവര് തമ്മിൽ ഈ തമാശ പറയാൻ തന്നെയാണല്ലോ. ഷാരടി ഇലക്ഷന് നിൽക്കുന്നു. എന്തൊക്കെയുണ്ട് പ്രതീക്ഷകൾ അദ്ദേഹത്തിന്? അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സ് ആര് നിന്നാലും അവർ ജയിക്കണം എന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കണേ. ഏത് പാർട്ടിയാണെങ്കിലും അവരേത് പാർട്ടിയാണെങ്കിലും അവർ ജയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിനൊരു സുഖമാണ്. കൂട്ടുകാരെ ആരെങ്കിലും അല്ലെങ്കിൽ പൊതുവെ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഈ കൂട്ടുകാർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന കൂട്ടുകാരനാണ് നീ, അങ്ങനെ അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ടോ? ഇവരൊക്കെ ചെറിയ രീതിയിലൊക്കെ പറയാറുണ്ട്. വിനയൊക്കെ ഞാൻ കുറെ കാലമായിട്ടോ ഇങ്ങനെ സിനിമ ലെവലേശമില്ലാത്തൊരു സിനിമാക്കാരനോട് സംസാരിച്ചിട്ട്. സത്യമായിട്ടോ. ഇങ്ങനെ ആളുകൾ പറയുമല്ലോ ഇപ്പൊ സിനിമയിലൊന്നും കാണാറില്ലല്ലോ, ഇപ്പൊ എന്താ സിനിമ ചെയ്യാത്ത, അപ്പൊ എന്തെങ്കിലും രീതിയിലൊരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അവസരം ഇത്രയും കാലം വെറുതെ വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്. കാരണം നല്ല കത്തിങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് സിനിമ പിന്നെയും വീണ്ടും 13 വർഷത്തിൽ ഞാൻ ആ കൂടെ ചെയ്തത് സേതുരാമയ്യറ. അതും എനിക്ക് മമ്മൂക്ക അവിടെ പറഞ്ഞ് വിളിപ്പിച്ചാന്ന് തോന്നണം സേതുരാമയ്യർ. അതിനുശേഷം പിന്നെ ചെയ്യുന്നതിന് ഹരിഹർനഗർ പാർട്ട് 2 വന്നപ്പം അവര് വിളിച്ചപ്പം പിന്നെ അത് നമുക്ക് ചെയ്യാതിരിക്കണം, മോശമല്ലേ. നമ്മള് ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത് ആ സമയം ചെയ്തപ്പോൾ പിന്നെ കുറെ പടങ്ങൾ വന്നു. മേരിക്കുണ്ട്, മേക്കപ്പ് മാൻ, ചൈന ടൗൺ, ഉത്തര സ്വയംവരം, കുറെ പടങ്ങൾ ആ ഒരു കൊല്ലം കൊണ്ട് കുറെ പടങ്ങൾ ചെയ്തു. പിന്നെ നമുക്ക് പിന്നെ ബിസി ആയിട്ടൊന്ന് പിന്നെ ബ്രേക്ക് എടുത്തു. പിന്നെ എന്നെ വിളിക്കണത് കോവിഡിന് മുമ്പ് ഡിങ്കൻ എന്ന് പറഞ്ഞ പടത്തില് പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കണം. 3D പടം വിളിച്ചപ്പോൾ ഞാൻ സിനിമയിലൊന്നും ഇല്ലല്ലോ, ഞാൻ പോവാറില്ല. അല്ല, റാഫി സാർ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എല്ലാവരും ഈ പടത്തിൽ 3D ആണ്, എല്ലാവരും ഇങ്ങോട്ട് ഒരു വേഷം താന്ന് പറഞ്ഞാൽ നിങ്ങളത് ആലോചിക്കട്ടാ, ഞാൻ വൈകുന്നേരം വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം വിളിച്ചു പോയി ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ തായ്ലാൻഡിൽ പോയി ഞങ്ങൾ 1 മാസം വർക്ക് ചെയ്തു. പക്ഷെ എന്തോ അത് നിന്നുപോയി. അതെനിക്ക് തോന്നുന്നു അത് വന്നാലും ഞാൻ പിന്നെയും തിരക്കിലോട്ട് വന്നേന്ന് തോന്നുന്നു. നല്ല വേഷം അതില്. ഞാനും ചേർത്തല ജയനുമാണ് അതില് കോമ്പിനേഷൻ വന്നത്. ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തായ്ലാൻഡിലോട്ട് പോണാണ് ഈ ഡിങ്കനെ കണ്ടുപിടിക്കാൻ. പക്ഷെ രസമായിരുന്നു അത്. ദിലീപ് ഭയങ്കര റോളാട്ടാ, നന്നായിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അത്.